Good evening, ma'am. Good evening. Good evening. Good evening, ma'am. Good evening. Good evening, Sophia. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും പേരൊക്കെ കയറാറുള്ളൂ ക്ലാസ്സിൽ. ആരെങ്കിലും പ്രെയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ ചെയ്തോളൂ, അല്ലെങ്കിൽ നമുക്ക് സൈലന്റ് പ്രെയറോടുകൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. തീം സോങ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു? If so, we can end the class with the theme song also. പറയൂ കേട്ടോ. പ്രെയർ ആരും ഇല്ലെങ്കിൽ നമുക്ക് സൈലന്റ് പ്രെയറോടുകൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് റിച്ച. Good evening, ma'am. Good evening, ma'am. ഓക്കെ, ഗുഡ് ഈവനിങ്. സൈലന്റ് പ്രെയർ ആയിരുന്നു. ഓക്കെ, ഫൈൻ. Good evening, ma'am. ഗുഡ് ഈവനിങ്. ഇവിടെ കാണാതായപ്പോ നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സൈലന്റ് പ്രെയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കുറെ നാളുകൊണ്ട് വിട്ടുപോയതുപോലെ തോന്നുന്നു. നമ്മൾ ടെൻഡൻസീസ് ഓഫ് മാൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എന്നാണ് എനിക്ക് ഓർമ്മ. ശരിയല്ലേ? Yes, ma'am. ഞാൻ സെക്കൻഡ് റെക്കോർഡ് എഴുതേണ്ട ഡീറ്റെയിൽസ് നാളെ ഷെയർ ചെയ്യാം. ഫസ്റ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ആയോ? Complete time, ma'am. ഓക്കെ, ഒരു കട്ട് ഓഫ് ഡേറ്റ് വെക്കാന്ന് വിചാരിച്ചായിരുന്നു. കാരണം സെക്കൻഡ് ബാച്ചിന് ഞാൻ കഴിഞ്ഞ ദിവസമാണ് കൊടുത്തത്. അപ്പൊ അവര് കട്ട് ഓഫ് ഡേറ്റ് വേണം എന്ന് ഇങ്ങോട്ട് പറഞ്ഞു, എന്നാലേ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ സെക്കൻഡ് ബാച്ചിലൊരു കുട്ടിക്ക് CBSE സ്കൂളില് KG സെഷനിലെ ടീച്ചറായിട്ട് ഒരു ടീച്ചർ ലീവിന് പോയപ്പോൾ ആ കുട്ടി മോണ്ടിസോറി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവരുടെ തന്നെ ലൊക്കാലിറ്റിയിലുള്ള ഏതൊരു മാനേജ്മെന്റ് സ്കൂളിൽ അതിനെ വിളിച്ചു. അതിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഭയങ്കര ടെൻഷനിലാണ് പോയത്. പക്ഷെ ഇപ്പൊ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. മോണ്ടിസോറി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ചാൻസസ് നിങ്ങളെ തേടി വരുന്നു, മനസ്സിലായില്ലേ? KG സെഷനിലേക്ക് മോണ്ടിസോറി ബാച്ചിലുള്ള കുട്ടിയാണോ? അല്ലല്ല, നിങ്ങളുടെ ബാച്ചിലല്ല, അടുത്ത ബാച്ചിലെ കുട്ടിയായിരുന്നു. ഏപ്രിൽ ബാച്ചിലെ കുട്ടിയായിരുന്നു. അപ്പൊ അതിന് ഭയങ്കര ഹാപ്പിയായി. ക്ലാസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനൊക്കെ പറ്റി. UKG സ്റ്റുഡൻസിനെയാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും KG സെഷനിൽ എപ്പോഴും മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. TTC കഴിഞ്ഞവരെക്കാളും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മോണ്ടിസോറി കഴിഞ്ഞവരെയാണ്. സോ എല്ലാരും വളരെ സീരിയസ് ആയിട്ട് തന്നെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിട്ട് പോവാൻ താല്പര്യമുള്ളവർ സീരിയസ് ആയിട്ട് തന്നെ ആ ടീച്ചിങ് പ്രാക്ടീസ് എടുക്കുക. കാരണം അതുവഴി നമുക്ക് ഒത്തിരി ഓഫർ വരും. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ ടെൻഡൻസീസ് ഓഫ് മാൻ ആയിരുന്നു പറഞ്ഞത്. നമ്മൾ മാൻ അല്ല, നമ്മൾ ഹ്യൂമൺ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഹ്യൂമൺ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു.
കുട്ടികളിലും ഇതേ ടെൻഡൻസിയുടെ ഒരു റിപ്ലിക്ക കാണാനായിട്ട് പറ്റും. ആദ്യകാലത്തെ മനുഷ്യരുടെ ടെൻഡൻസീസ് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ കുറെ പഠിച്ചിരുന്നു. അവരെങ്ങനെയായിരുന്നു അവര് ഹണ്ട് ചെയ്ത് അവർക്ക് പ്രൈം നീഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർ ചെയ്യുമായിരുന്നു. ഹണ്ട് ചെയ്യാനായിട്ട് പോകും. പിന്നെ ഷെൽട്ടർ ആവശ്യം എന്നുള്ളത് രീതിയിലൊക്കെ പറഞ്ഞു. കാരണം ബേർഡ്സ് ഒക്കെ നെസ്റ്റ് കെട്ടുന്നത് കണ്ടിട്ട് അവരും അതുപോലെ തന്നെ ഞങ്ങൾക്കും എവിടെയെങ്കിലും ഷെൽട്ടർ വേണം രാത്രിയാകും. പിന്നെ പല അപകടങ്ങൾ, ലൈറ്റ്നിങ്, ഭയങ്കര തണ്ടർ, റെയിൻ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന രീതിയിൽ അങ്ങനെ അവരുടെ ഷെൽട്ടറിന്റെ രീതികൾ മാറിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ള ടെൻഡൻസീസ് ആദ്യകാലത്തെ മനുഷ്യർ തുടങ്ങിയിട്ട് ഉണ്ട്. അപ്പൊ അത് കുട്ടികളിലും ആ ഒരു ടെൻഡൻസീസ് കാണുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അപ്പൊ കുട്ടികൾ എപ്പോഴും ആദ്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് അവർ തുടങ്ങും. ആദ്യം അവർക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റ് അബ്സോർബ് ചെയ്യുക. ശരിക്കും കുട്ടികളുടെ ബ്രെയിൻ ഒരു സ്പോഞ്ച് പോലെ ഇരിക്കുന്ന പറയാം. പെട്ടെന്ന് തന്നെ അതിലേക്ക് ഈ സ്പോഞ്ച് വാട്ടറിനെ അബ്സോർബ് ചെയ്യില്ലേ, അബ്സോർബന്റ് മൈൻഡ് ആണ് കുട്ടികൾക്ക് എന്നാണ് പറയുന്നത്. മോണ്ടിസോറി പറയുന്നത് അബ്സോർബന്റ് മൈൻഡ് ആണെന്നാണ്. നിങ്ങൾക്ക് മോണ്ടിസോറിയുടെ ചില സെഷൻസ് ശനിയമിച്ചെടുത്തപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. സ്പോഞ്ച് പോലെയാണ് ബ്രെയിൻ ഇരിക്കുക എന്ന് പറയാം. ഈ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് അവിടെ പുറത്തുനിന്ന് കിട്ടുന്നു അത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യാണ് അവരുടെ ഉള്ളിലേക്ക്. അതിലേക്ക് അങ്ങനെ ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ട്. കുട്ടിയുടെ ബ്രെയിൻ ഒരു സ്പോഞ്ച് പോലെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവരുടെ മെമ്മറിയിലേക്ക് അങ്ങ് ഫീഡ് ചെയ്യും. പിന്നെന്താ, അവർക്ക് അത് എന്താന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടും. അപ്പൊ അവർ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. എൻവയോൺമെന്റിനെ കൂടുതൽ അടുത്തറിയാനും അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ പോകുമ്പോഴേക്കും ചില ആക്ടിവിറ്റീസ് തന്നെ ചെയ്യണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുവാണ്. അങ്ങനെ ഓരോന്നുമാണ്. ചിലത് അവർക്ക് താല്പര്യമുള്ളത് അവർ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞ എല്ലാ ടെൻഡൻസി അതിനകത്ത് വരും. എക്സ്പ്ലോറേഷൻ, റെപ്പിറ്റീഷൻ. അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അവർ കൂടുതൽ അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ അതിനൊരു സിസ്റ്റമാറ്റിക് ഒരു ഓർഡർ ഫോം ചെയ്യും. പിന്നെ അതിൽ നിന്ന് ചില കാര്യങ്ങൾ അവർ ഫിൽട്ടർ ചെയ്ത് മാറ്റും, ചിലതങ്ങ് അവരെ ഒഴിവാക്കും. അബ്സ്ട്രാക്ഷൻ. പിന്നെ അവർക്ക് എന്തിനെ കുറിച്ചും ഒരു ക്യൂരിയോസിറ്റി വരും. പിന്നെ ഇവര് പുതുമയുള്ള ഒരു കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ എന്താ, കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ എന്ത് ഡെവലപ്മെന്റ് അവരിൽ ഉണ്ടാവുന്നത്? കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അവർ കൺവേ ചെയ്യുമോ മെസ്സേജസ്. സോ അവിടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. സ്പീച്ച്, മെസ്സേജസ്, ചിലപ്പോൾ ആക്ഷൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. നമുക്കറിയാം പണ്ട് കാലത്തെ മനുഷ്യർ അവര് കൺവേ ചെയ്തിരുന്നത് പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു. അങ്ങനെ പല രീതിയിലും അവർ മെസ്സേജസ് കൺവേ ചെയ്തിരുന്നു. പിന്നെ ചില ശബ്ദങ്ങൾ അവരുണ്ടാക്കും, ചില ജസ്റ്റേഴ്സിലൂടെ അങ്ങനെ. അപ്പൊ അതേ ഒരു ടെൻഡൻസി തന്നെ നമുക്ക് കുട്ടികളിലും അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ എവിടെ വരെ എടുത്തു എന്ന് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. സോറി, ഞാൻ പറഞ്ഞു തരാമോ ഞാൻ എവിടെ വരെ പറഞ്ഞു? ഓൾമോസ്റ്റ് അത് ഗ്രിഗേറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? അതാണ് പറഞ്ഞത്, ഗ്രിഗേറിയസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുമായിരുന്നില്ലേ? ഗ്രിഗേറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഭാഗം നിർത്തിക്കിട്ടോ. കുറെ നാളെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടല്ലേ. ഞാൻ ഓരോരോ തിരക്കില് പെട്ടുമ്പോ അങ്ങനെ അതൊന്ന് വിട്ടു. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് മാത്രമല്ല, അല്ലാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കും അല്ലെ? അതൊരു ഇന്ററാക്ഷൻ ഉള്ള ഒരു മീഡിയമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു, ത്രൂ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ കുട്ടികളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സിൽ വരുന്ന തോട്ട്സ്, ഫീലിങ്സ്, അവരുടെ എന്താ പറയാ, അവരുടെ ഹാപ്പിനെസ് എല്ലാം അവരുടെ രീതിയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അതൊരു ഇന്ററാക്ഷൻ ആണ്.
ചില സമയത്ത് അവർ തന്നെ ഇരുന്ന് കളിക്കുമ്പോഴൊക്കെ തന്നെ സംസാരിക്കുന്നതാണ്. അപ്പൊ അവരുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റിലേക്ക് അവര് മെസ്സേജസ് കൺവേ ചെയ്യും. ആ ഒരു പ്ലാറ്റ്ഫോമാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അത് ഹ്യൂമൻ ബീയിങ്സുമായിട്ടും, അതായത് അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ വീട്ടിലെ വേറെ ആളുകള്, വീട്ടിൽ ആരെങ്കിലും വരും, ഇവരോടെല്ലാം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മളും ചില സമയത്ത് ചെടികൾ നനയ്ക്കുമ്പോൾ പൂക്കളോടോ മരങ്ങളോടോ ചെടികളോടോ നമ്മളും സംസാരിക്കില്ലേ? അപ്പൊ എല്ലാ ഹ്യൂമണിനും ഉള്ളൊരു ടെൻഡൻസിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത്. ഈവൻ സംസാരിക്കാൻ അറിയാത്തവര് അവരുടേതായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. കൊച്ചുകുട്ടികൾക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിലും ആകുന്നതിന് മുമ്പും എല്ലാം അവർ അവരുടേതായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ അതൊരു ഹ്യൂമൻ ടെൻഡൻസി തന്നെയാണ്. നമ്മളുടെ പഴയ കാലത്തെ ആളുകളുടെ രീതികളിൽ നിന്നും പിന്നെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വരുമായിരുന്നു. അങ്ങനെയാണ് നമ്മളിപ്പോഴുള്ള പല ലാംഗ്വേജും ആയതെന്നൊക്കെ നമുക്ക് പറഞ്ഞ് അറിയാം. കാസ ഡെ ബാംബിനി എന്നുള്ളത് ഏതെങ്കിലും ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാസ ഡെ ബാംബിനി അത് ഇറ്റാലിയൻ ആണ്. കാസ ഡെ ബാംബിനി മോണ്ടിസോറിയുടെ ഫസ്റ്റ് സ്കൂൾ പഠിച്ചു കേട്ടിരുന്നു അല്ലെ? എന്താ അതിന്റെ മീനിങ്? അത് ഒന്നുകൂടി പറയോ? കാസ ഡെ ബാംബിനി, ഹൗസ് ഓഫ് ചിൽഡ്രൻ. യെസ്, ചിൽഡ്രൻസ് ഹൗസ്. ഫസ്റ്റ് റോമിലായിരുന്നു മോണ്ടിസോറി സ്കൂള്, മറിയ മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തത്. കാസ ഡെ ബാംബിനി എന്ന് പറഞ്ഞാൽ 50 സ്റ്റുഡൻസ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു സ്ട്രെങ്ത്. അവിടെയാണ് പുവർ ചിൽഡ്രന് വേണ്ടിയിട്ടാണ് ശരിക്കും അവർക്കൊരു ഷെൽട്ടർ, അതിന്റെ ഒപ്പം തന്നെ അവരെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പിന്നെ കൂടുതൽ കൂടുതൽ അതേ മോഡലില് പലയിടത്തുമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. മോണ്ടിസോറി ആഫ്റ്റർ ഡെത്ത്, മോണ്ടിസോറിയുടെ ഡെത്തിന് ശേഷം ഇതേ മോഡൽ തന്നെ ഫോം ചെയ്ത് തുടങ്ങി. അപ്പൊ കാസ ഡെ ബാംബിനി ഒരു ശരിക്കും ഒരു മോണ്ടിസോറി ടേം തന്നെയാണ്. അത് നമ്മൾ ശരിക്കും മോണ്ടിസോറി ഇത് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാസ ഡെ ബാംബിനി എന്താന്നുള്ളത് നമ്മൾ അറിയണം. അവിടെ നമുക്ക് ഡയറക്ടറസ് ആണ്, ടീച്ചറിനോ ഒന്നും പറയില്ല, ഫെസിലിറ്റേറ്റ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്. ഗ്രിഗേറിയസ്നെസ് എന്തായിരുന്നു? അവർക്ക് എപ്പോഴും ഗ്രൂപ്പ് ആയിരിക്കാനായിട്ടുള്ള ഇഷ്ടം. ലോൺലിനെസ്സിനേക്കാളും ഡിസ്ലൈക്ക് ഓഫ് ലോൺലിനെസ്, ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാളും ഗ്രൂപ്പായിട്ടിരിക്കാനുള്ള ഇഷ്ടം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇതായിരുന്നു. അപ്പൊ ഗ്രൂപ്പായിട്ടിരിക്കുക, എപ്പോഴും കളിക്കാനായിട്ട് ഇഷ്ടം. ഈവൻ ടോയ് തന്നെ ഒരു അറിയില്ല ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ കുട്ടികൾക്ക് അറിയില്ല. ടോയ് തന്നെ ഒരു എന്താ പറയാ ഒരു ആളാണെന്ന് വിചാരിച്ച് അതിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ വീട്ടില് പൂച്ചയുണ്ടെങ്കിൽ, പപ്പി ഉണ്ടെങ്കിൽ, അങ്ങനെ നന്നായി കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനോടൊക്കെ സംസാരിക്കുക. അപ്പൊ കമ്മ്യൂണിക്കേഷൻ അവരുടെ ആ ഡെവലപ്മെന്റ് സ്റ്റേജിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ഒരു ടെൻഡൻസിയാണ് എല്ലാം ഷെയർ ചെയ്യുന്നു, ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് എൻവയോൺമെന്റിലെ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നു. ബ്രെയിൻ സ്പോഞ്ച് പോലെയാണ്, അതിലേക്ക് ഫീഡ് ചെയ്യുന്നു. പിന്നെ കൂടുതൽ എൻവയോൺമെന്റ് അറിയാനായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നു. പഴയ മനുഷ്യർ ആദ്യം ചെയ്ത കാര്യം അവർ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാടുകളിലേക്ക്, അന്ന് കാടായിരുന്നല്ലോ മുഴുവനും, ഇറങ്ങിച്ചെല്ലുന്നു. അവർ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു. അവസാനം കൃഷിയായി, അവർക്ക് വീടായി, വെള്ളത്തിന് വേണ്ടുന്ന സോഴ്സസായി, അങ്ങനെ 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 കൂടുതൽ ഡെവലപ്ഡ് ആയി വന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ മൈൻഡും അതുപോലെ തന്നെ അഡാപ്റ്റേഷൻ, എക്സ്പ്ലോറേഷൻ, പിന്നെ ഗ്രിഗോറിയസ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അത് വരും. പിന്നെ അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. എപ്പോഴും അവർക്ക് ക്യൂരിയോസിറ്റിയാണ്. ചില കാര്യങ്ങൾ അവർ പെട്ടെന്ന് ഉൾക്കൊള്ളും, അബ്സ്ട്രാക്ട് ചെയ്യും. ചില കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. കുട്ടികൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് കുട്ടിയാണ്, ടീച്ചർ അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് പൊതുവെ ഒഴിവാക്കും, കുട്ടികളോട് ചോദിക്കാനായിട്ട് പറയാനാണ് പതിവ്. അപ്പോൾ ക്യൂരിയോസിറ്റി അവരുടെ ഒരു മെയിൻ ഒരു ടെൻഡൻസി തന്നെയാണ്. പഴയ കാലത്തെ ആൾക്കാർക്കും നമുക്കും പല കാര്യങ്ങളിലും ക്യൂരിയസ് ആവാറുണ്ടല്ലോ നമ്മള്. അതൊരു ഏജ് ഒരു ഡിഫറൻസ് ഒന്നും ഇല്ല. അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി ആരെങ്കിലും വായിക്കാമോ? Yes. Abstraction and curiosity. The tendency to abstraction helps us to understand our experience of the environment and establish relationships between our experiences. Our tendency to be curious provides a creative desire to know the how and the why of things and events. To meet their survival, early man must be able to imagine and make abstractions.
Early men observed the horns of an animal and the image of sharp instruments for their own defense, or they saw the bird's nest and imagined the build-up of a shelter, saw the animal for and imagined how to use it to keep warm. Together, abstraction and curiosity are the basic of the aspect of culture called pure science. This understanding of the environment completes the first in culture adaptation. As an early man understands the environment, he makes modifications to the environment for some prompt human benefits. The second phase in cultural adaptation involves changes made to the environment in accordance with our understanding for durability and continuity. ഓക്കെ. ഈ ഏർലി മെന്റെ കാര്യം അത് നമ്മൾ പല എന്താ പറയാ അവരുടെ രീതികൾ മനസ്സിലാക്കിയിരുന്ന ആരും ഒന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ മനസ്സിലാക്കിയത് അവരിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം. അവർ പല പിക്ചേഴ്സ് വരച്ചിട്ടുണ്ടാവും ഈ കേവ്സിലൊക്കെ. ഈ മൃഗങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അവരവരുടെ ഷാർപ്പായിട്ടുള്ള കൊമ്പ് യൂസ് ചെയ്യുന്നത് അവർ ചിലപ്പോൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അവരതങ്ങോട്ട് ആ മെത്തേഡ് അത് അബ്സ്ട്രാക്ട് ചെയ്തു, അത് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കുവാണ്. ഷാർപ്പായിട്ടുള്ള ഒരു ആയുധം കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അപകടം വന്നാൽ ഞങ്ങൾക്കും സ്വയരക്ഷയ്ക്ക് അത് വേണം. അങ്ങനെ അവർ ആദ്യം കല്ല് ഇങ്ങനെ ഷാർപ്പാക്കി ചെയ്തു. ആദ്യം ഇങ്ങനെ ഒരു ബ്ലണ്ടായിട്ട്, അതായത് കൂർത്തിരിക്കാതെ ഉരുണ്ട പോലെയായിരുന്നു. പക്ഷെ അതിനേക്കാൾ നല്ലത് കൂർത്തതാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അത് അവർ കൂർത്തതാക്കാൻ തുടങ്ങി. പിന്നെ മരത്തിന്റെ പീസും അതുപോലെ കൂർപ്പിക്കാനായിട്ട് തുടങ്ങി. കല്ല് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ വെയിറ്റ്, ആ ഒരു പ്രശ്നം കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഹിസ്റ്ററിയിൽ അത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മെറ്റൽസ് അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അവർ ഡിഗ് ചെയ്ത് പോകുമ്പോൾ ഭൂമിക്കടിയിൽ മണ്ണിനടിയിൽ നിന്ന് മെറ്റൽസ് കിട്ടുന്നു. അപ്പോൾ കല്ലിനേക്കാളും വുഡിനേക്കാളും കുറച്ചുകൂടെ ഡ്യൂറബിൾ ആയിട്ട് തോന്നുന്നത് മെറ്റലാണ്. അങ്ങനെയാണ് അവര് ശിലായുഗത്തിൽ നിന്ന് അതിലേക്ക് മാറുന്നത്. അങ്ങനെ ഓരോ ചേഞ്ചസ് അവർക്ക് നടക്കുകയാണ്. മെറ്റൽ കുറച്ചുകൂടെ കാലം നിൽക്കുന്നു. അതിന് കേടൊന്നും സംഭവിക്കുന്നില്ല. സ്റ്റോണിനേക്കാളും വുഡിനേക്കാളും നോക്കുമ്പോൾ മെറ്റലാണ് നല്ലതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അവർ കൃഷിക്ക് ഏറ്റവും സഹായകമായത് മെറ്റൽ കൊണ്ടുള്ള ആയുധങ്ങളായിരുന്നു. കുഴിക്കാനായിട്ട് ഏറ്റവും എളുപ്പം. അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ അതാണ്. അങ്ങനെയാണ് മനുഷ്യൻ ആ ഒരു ഫേസിലേക്ക് മാറുന്നത്. പിന്നെ കിളികളുടെ നെസ്റ്റ് കണ്ടപ്പോൾ അവർക്കും ഒരു ഷെൽട്ടർ, അല്ലെങ്കിൽ മഴ, വെയില്, ഇതുപോലെ തണ്ടർ, ലൈറ്റ്നിങ് ഒക്കെ വരുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ, പിന്നെ അതുപോലെ മൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം, അങ്ങനെയൊക്കെ ആയപ്പോൾ ഷെൽട്ടർ നന്നായിട്ട് അവർക്ക് തോന്നും. പിന്നെ അവിടെയും അവർ ഗ്രിഗോറിയസ്നെസ് തന്നെയായിരുന്നു. ഒരു കൂട്ടം ചേർന്നാണ് എപ്പോഴും ഹണ്ടിങ്ങിനാണെങ്കിലും കൃഷിക്കാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അവർ പോയിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം തന്നെ ആ ടെൻഡൻസീസ് തന്നെ ആദ്യകാലങ്ങളിലെ മനുഷ്യരുടെ ആ ഒരു ടെൻഡൻസീസ് തന്നെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകും. കുട്ടികളിലും സെയിം ടെൻഡൻസീസിന്റെ ഒരു വേർഷൻ ആണ് നമ്മൾ കാണുന്നതെന്നാണ് പറയുന്നത്. എപ്പോഴും ക്യൂറിയസ് ആയിരിക്കും. ലൈക്ക് ഒരു കളർ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോൾ അവർ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അത് ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ക്യൂരിയസ് ആണ്. നെക്സ്റ്റ്, കാൽക്കുലേഷൻ, റിപ്പിറ്റീഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്. ഓക്കെ, ആരെങ്കിലും വായിച്ചു നോട്ടെ. പാരഗ്രാഫ് കുറച്ചധികം ഉണ്ട് അല്ലെ. ഈ ആക്യുറസി ആൻഡ് പെർഫെക്ഷൻ വരെ ആരെങ്കിലും ഒരു ആള് വായിക്കുക. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ടെൻഡൻസി ടു വർക്ക് നെക്സ്റ്റ്. ഓക്കെ, ഇനി വൺ ആണല്ലോ. യെസ്, ഏതാ മാം? കാൽക്കുലേഷൻ എല്ലാം കൂടി ചേർത്തില്ലേ? കാൽക്കുലേഷൻ അതന്നെ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ, കാണാലോ. റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, വർക്ക്. ഇത് വായിക്കട്ടെ മാം? വായിച്ചോളൂ. In order to survive, men had to have a means for carrying out this solution. This is achieved by linking intelligence and the capacity for manipulation by the hand. Human intelligence and imagination could create an image in the mind. The hand could bring imaginative thought into relation with the concrete world. Hence, the early men could see that the chair with two legs could not stand. Though continuing manipulation and changing of these objects, they
they could report to the intelligence when it was in error. The process of thinking would then become clear through a circular procedure from the mind to the hand to control what the main had created and back to the mind. The feedback using thinking to repeat manipulation and control of error make possible the human search for accuracy and perfection. ഓക്കെ ഫൈൻ. The tendency to മതി മതി. thanks. മനസ്സിലായോ? കാൽക്കുലേഷൻ, റിപ്പിറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാൻ തുടങ്ങുന്ന യൂട്യൂബിൽ ആദ്യമായിട്ട് എന്താ പേരെന്നൊന്നും എനിക്ക് ഇപ്പൊ മനസ്സിലായില്ല. എന്തെങ്കിലും ആദ്യമായിട്ട് എനിക്കിവിടെ കോവിഡ് ടൈമിൽ എല്ലാരും എന്തോ ഒരു ഡാൽഗുന കോഫിയോ അങ്ങനെ എന്തോ സാധനം ഉണ്ടാക്കാനായിട്ട് എല്ലാരും ഭയങ്കരമായിട്ട്, ഇവിടെ ഹസ്ബൻഡും മോളും കൂടെ ഒക്കെ ട്രൈ ഉണ്ടായിരുന്നു. എനിക്ക് അതിന് പേരില്ലാത്ത തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ല. പക്ഷെ അവര് ഫസ്റ്റ് ടൈം അവർക്ക് ശരിയായില്ല. എന്താ കോൾഡ് കോഫി ഡാൽഗുന കോഫിയോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ? ഡാൽഗോണ കോഫി. ഓക്കെ, അതന്നെ എല്ലാരും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം അവർ രണ്ടുപേരും കൂടെ ചെയ്തിട്ട് അത് ശരിയായില്ല. പക്ഷെ സെക്കൻഡ് ടൈം അത് നല്ല രസമായിട്ട് വന്നു. ഇവിടെയും അത് തന്നെയാണ്. ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ആക്യുറസി അല്ലെങ്കിൽ പെർഫെക്ഷൻ വരുന്നില്ല. അവരത് റിപ്പീറ്റ് ചെയ്യും, അത് ശരിയാകുന്ന വരെ ആ ഒരു പെർഫെക്ഷനിലേക്ക്. അപ്പൊ അവിടെ കോൺസെൻട്രേഷൻ, വർക്ക് നടക്കുന്നു, സെൽഫ് കൺട്രോൾ നടക്കുന്നു, അല്ലെ? ആ ഒരു റിപ്പീറ്റേഷൻ അതെല്ലാം നടക്കുന്നു. സെയിം തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളിപ്പോ റെക്കോർഡ് എഴുതുന്നു, എനിക്കറിയില്ല, ഞാനൊരു അസംഷൻ പറയുവാണ്. അപ്പം പിക്ചേഴ്സ് ഒക്കെ കളക്ട് ചെയ്തു, അല്ലെങ്കിൽ ചിലർ പിക്ചേഴ്സ് വരയ്ക്കുന്നവരുണ്ടായിരിക്കും. അപ്പം വരച്ചപ്പം കുറച്ചുകൂടെ ഭംഗിയാക്കാം. നമ്മൾ എന്താ ചെയ്യുന്നത്? കുറച്ചുകൂടെ നന്നാക്കാനായിട്ട് നോക്കും. ഈവൻ ആ പേജ് മുഴുവൻ നഷ്ടമായി നമ്മൾ ആ പേജ് കീറിയിട്ട് വേണമെങ്കിൽ വേറെ രണ്ടാമത് ചെയ്യാനായിട്ട് നോക്കും. കുട്ടികളും അങ്ങനെ ചെയ്യുന്നതാണല്ലോ. റബ്ബർ വെച്ച് മാച്ച് ആകെ ഇതാക്കും. പക്ഷെ അവരുടെ വിചാരം നന്നാക്കാൻ. പിന്നീട് അവര് വലുതാവും തോറും അവർക്ക് ആ റബ്ബർ എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് ശരിയാവും. ഞാൻ ഇങ്ങനെ ചെയ്താൽ അത് പെർഫെക്ഷനിലേക്ക് പോകും. അത് ത്രൂ റിപ്പിറ്റേഷനേ നടക്കുള്ളൂ. ആദ്യം എനിക്ക് അന്ന് അങ്ങനെ ഞാൻ ചെയ്തപ്പോ 2-3 പ്രാവശ്യം ചെയ്യേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്ന് സെൽഫ് കൺട്രോൾ ആയിരിക്കും, കോൺസെൻട്രേഷനിലേക്ക് വരും. ഞാൻ ഇങ്ങനെ ചെയ്താൽ അത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവും. നമ്മൾ വീട്ടിലൊരു ഡിഷ് ഉണ്ടാക്കുവാണെങ്കിൽ തന്നെയും ഇത് ഇപ്പം ആദ്യമായിട്ട് പായസം ഉണ്ടാക്കുന്നതായിരിക്കും. വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയനും ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് പായസം പറഞ്ഞു. ഫസ്റ്റ് ടൈം നമ്മളുടെ അളവിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു, അല്ലെങ്കിൽ വേവിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു. മധുരം ആഡ് ചെയ്തപ്പോ ചെറിയ പ്രശ്നം. നമ്മൾ നെക്സ്റ്റ് ടൈം അത് നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മളപ്പോ പിന്നെ ആ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് കൂടുതൽ നമ്മൾ കെയർ ചെയ്യും, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മൾ അതിന്റെ വേണ്ടുന്ന രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം അതെല്ലാം നമ്മൾ നോക്കും. ഇത് തന്നെയാണ് കുട്ടികളും ചെയ്യുന്നത്. എല്ലാ ഹ്യൂമണിലും ഉള്ള ഒരു ടെൻഡൻസി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. കാൽക്കുലേഷൻ, റെപ്പിറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്. ഇത്ര ഓർത്താൽ മതി. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഡിഷ്, അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ, നമ്മളൊരു ചെടി നട്ടു, അത് ഒന്ന് വളർന്നു വന്നു. അപ്പൊ നമുക്ക് വളർന്നു വരുന്ന സന്തോഷം കൊണ്ട് നമ്മൾ ചിലപ്പോ എന്താ ചെയ്യാൻ, കൂടുതൽ പച്ചക്കറി വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് അതിൽ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം, ഞാൻ ഇങ്ങനെ ചെയ്താൽ നെക്സ്റ്റ് ടൈമും അത് നാശമാവും. അപ്പോ ഇനിയും എനിക്കത് നന്നായി വരണമെങ്കിൽ ഞാൻ കൂടുതൽ അതിന് സെൽഫ് കൺട്രോൾ വേണം. ഞാൻ കൂടുതൽ അതിന് കോൺസെൻട്രേറ്റ് ചെയ്യണം, നല്ല രീതിയിൽ ആ വർക്ക് ചെയ്യണം. സെയിം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഓക്കെ, കുട്ടികളുടെ കാര്യത്തിൽ ബിൽഡിംഗ് ബ്ലോക്സും ആ ഒരു ഏജ് വരുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ബിൽഡിംഗ് ബ്ലോക്സ് വാങ്ങിച്ചു കൊടുക്കും. അവരതിങ്ങനെ വെച്ച് നോക്കും. അത് ചിലപ്പോൾ എല്ലാം കൂടെ താഴെ വീഴും. വീണ്ടും അവർ വെച്ച് നോക്കും. വീണ്ടും താഴെ വീഴാത്ത രീതി ആവുന്നവരെയും അവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് ആ ഒരു അത് കിട്ടും. ഞാൻ ഇങ്ങനെ ചെയ്താൽ അത് മറിഞ്ഞു വീഴില്ല, അത് അവർക്ക് മനസ്സിലാവും. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഒരു ചെയർ 2 ലെഗ് മാത്രം ഉണ്ടെങ്കിൽ ആ ചെയർ നിൽക്കില്ല എന്ന് പണ്ടത്തെ ആൾക്കാർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ചെയറിന് അവര് 4 ലെഗ് വെച്ചത്. അല്ലെങ്കിൽ സ്റ്റൂള് പോലെ എന്തെങ്കിലും ആക്കിയെടുക്കണം. സ്റ്റൂൾ ആക്കണമെങ്കിൽ അതിന്റെ ബേസ് അതിനനുസരിച്ച് മാറണം. ബേസിന്റെ ആ ഒരു വലിപ്പം, ആ ഒരു എന്താ പറയാ, രണ്ടും തമ്മിലുള്ള റേഷ്യോ അവർക്ക് മനസ്സിലാവാൻ തുടങ്ങി. നമ്മുടെ സീറ്റിംഗ് ഭാഗം, ആ ബേസ് ഭാഗവും ലെഗും തമ്മിലുള്ള റേഷ്യോ മനസ്സിലായി തുടങ്ങി. അപ്പൊ അത് പിന്നീട് സെറ്റ് ചെയ്യുക. വലിയ ആളുകൾ കുറെ പേർക്ക് ഒരുമിച്ചിരിക്കാവുന്നതാകുമ്പോ, മേശയാകുമ്പോ, കട്ടിലാകും, അങ്ങനെയൊക്കെ വരുമ്പോ എങ്ങനെ നമുക്കറിയാം കട്ടിലിന് ഇത്ര ഹൈറ്റ് വേണം, കട്ടിലിന്റെ ഹെഡ് റെസ്റ്റിന്റെ ഭാഗം ഇങ്ങനെയായിരിക്കണം,
കട്ടിലിന് എത്ര നീളം വീതി ഒക്കെ വേണം എന്നുള്ളതൊക്കെ ഇപ്പൊ പണിയുന്നവർക്ക് എല്ലാവർക്കും അറിയാലോ. അത് ഈ കോൺസെൻട്രേഷൻ അവരുടെ തുടക്കത്തിലെ അവർക്ക് മനസ്സിലായി എങ്ങനെയായാൽ അത് ശരിയാകില്ല. അപ്പൊ അവർ അതിന് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി, കാൽക്കുലേഷൻസ് കണ്ടുപിടിച്ചു തുടങ്ങി, അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് വർക്കിന് അതിന്റെ റിസൾട്ട് വരാനായിട്ട് തുടങ്ങി. കുട്ടികളും അങ്ങനെ തന്നെയാണ്. പിന്നെ ബാക്കി പോർഷൻ അടുത്ത വായിച്ചു കേട്ടോ. ക്ലിയർ ആയോ? Yes, ma'am. Yes, ma'am. മാം ഞാൻ വൈകിട്ടാണ് കയറിയത്, പക്ഷെ ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നില്ലേ? അതെന്താന്ന് വെച്ചാൽ ലൈക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ ലീവ് ആയിരുന്നല്ലോ. സോ ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഇന്നത്തെ ക്ലാസ് എനിക്ക് വേണം, കാരണം മോസ്റ്റ് പ്രോബബ്ലി ഫ്രൈഡേ ഞാൻ ലീവ് ആയിരിക്കും. എന്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോ ഫ്രൈഡേ എങ്ങാനും ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഫ്രൈഡേയിലും മൺഡേ അവധിയല്ലായിരുന്നു നമുക്ക്. ഫ്രൈഡേയും ക്ലാസ് കിട്ടിയില്ലെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് ക്ലാസ് അങ്ങ് എടുത്തതാണ്. ഞാൻ റിക്വസ്റ്റ് ചെയ്തു മാമിന്റെ അടുത്ത്. അപ്പൊ എനിക്ക് ക്ലാസ് ഹസ്ബൻഡിന് ഓൾറെഡി ഒരു ഇൻഫെക്ഷൻ വന്ന് ഞാൻ ഏപ്രിൽ ടൈമില് ഞാൻ ലീവ് ആയത് ഓർമ്മയിട്ടോ. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ കുട്ടികളെ എന്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഫുൾ ടൈം. ഡേ ടൈമും നൈറ്റിലും ഞാൻ തന്നെയായിരുന്നു. ഇപ്പൊ മോനെ സ്കൂളിൽ വിടണം, അതുകൊണ്ട് ഞാൻ പകല് പോവും, രാത്രി അച്ഛൻ വരും. അങ്ങനെ ആൾക്ക് പനി മാറുന്നില്ല. 14 days പനി ഇങ്ങനെ. അപ്പൊ അങ്ങനെ വന്നപ്പോ 5 days പനി വന്നപ്പോൾ ചെക്കപ്പിന് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു തെർമോമീറ്റർ വാങ്ങി ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ട്, അത് മോർണിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ പനി, 2 hours ആ കഴിയുമ്പോൾ അങ്ങ് മാറും. ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ട് അത് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. 1 week കഴിഞ്ഞപ്പോൾ നമ്മൾ എഴുതിക്കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. കാരണം ഓൾറെഡി മെഡിക്കേഷനിലുള്ള ആളാണ്. ഈ വാസ്കുലൈറ്റിസ് എന്നുള്ള ഒരു ഇഷ്യൂ ഉള്ള ആള്. വെച്ചാൽ വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മളുടെ ബോഡി നമുക്കെതിരെ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു പ്രശ്നം. നമ്മുടെ ബോഡിയിൽ കുറെ സോൾജിയേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവര് നമ്മുടെ ബോഡിക്കെതിരായിട്ട് വരും. അങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻ വന്നാൽ അവരത് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. എന്തുകൊണ്ടാണ് പനി വരുന്നത്, അങ്ങനെ പല ടെസ്റ്റുകളും അതും ഇതൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ യൂറിന്റെ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര വെള്ളം കുടിക്കണോ, എത്ര യൂറിൻ പുറത്തു പോകും, യൂറിനിലെ പ്രോട്ടീൻ കണ്ടന്റ്. 2 ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ചിലപ്പോ എങ്ങാനും ഫ്രൈഡേ ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ ഒത്തിരി ലേറ്റ് ആവും തിരിച്ചു വരുമ്പോഴേ. അപ്പൊ അത് കാരണം ഞാൻ ലീവായി പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ആള് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ 2-3 ദിവസം പനിച്ചിരുന്നു, നല്ല പനി വന്നു, 102 degree ഒക്കെ വന്നായിരുന്നു. ഓക്കെ, അതൊക്കെയാണ് എന്റെ അവസ്ഥ. കഴിഞ്ഞ ഫ്രൈഡേ എന്റെ വീടിന്റെ പാലുകാച്ചായിരുന്നു, അതായിരുന്നു കഴിഞ്ഞ ആഴ്ച ലീവായത്. ചടങ്ങ് മാത്രമേ നിർത്തുള്ളൂ, പണിയൊന്നും കഴിഞ്ഞു. പറവൂര് അടുത്ത് തന്നെയാ, നന്ദിയാട്ടൂർ എന്ന് പറയും. പറവൂർ ഒരു 2 kilometers, ഒരു ചെറിയ ഒരു വില്ലേജാണ്, നല്ലൊരു ഗ്രാമം. നമ്മള് ജൂലൈ പകുതിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാന്. കുറച്ചുകൂടെ പണികളുണ്ട്. ഓക്കെ ദെൻ, അപ്പൊ ബാക്കി വായിക്കാമോ? Anyone? Yeah, I can. Okay. The tendency to work is in itself just a drive to apply personal effort. But our work is made competent by means of 3 assistance tendencies. Repetition, which provides the necessary feedback to achieve exactness. Concentration, which helps us focus on one step at a time on our work. And self-control, which allows us to direct our efforts towards an exact goal. Again, the primary object of our calculation and work is the assurance of our survival and continuity. The byproduct of these 2 tendencies are a collection of artifacts and tools generally termed technology. Technology is often the most obvious aspect that helps culture, since it is the initial physical product of cultural adaptation. അപ്പം ഇതിലൊക്കെ പറയുന്നത് ആ വർക്കിന്റെ കാര്യം. ഇപ്പൊ നമ്മൾ ആദിമ മനുഷ്യന്റെ കാര്യം പറയുമ്പോൾ കുറച്ചു പേര് ഈ റിവർ സൈഡ്, കൂടുതൽ റിവർ സൈഡിലേക്ക് ഷെൽട്ടർ അങ്ങനെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ റിവർ സൈഡില് കൃഷി തുടങ്ങിയ ഒരു ഗ്രൂപ്പ് ആൾക്കാർ.
കുറെ ആൾക്കാര് മീൻ പിടിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് ഇവരിത് അന്ന് കാശൊന്നുമില്ലല്ലോ, ഇവര് പരസ്പരം ഒരു ബാർട്ടർ സിസ്റ്റം പോലെ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. മീൻ കൊടുക്കുമ്പോൾ വെജിറ്റബിൾസ് കൊടുക്കും, അരി കൊടുക്കും, ആ ഒരു രീതിയിൽ. അപ്പൊ അങ്ങനെ ഇവരുടെ വർക്കും കാൽക്കുലേഷനും സെൽഫ് കൺട്രോളും അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലര് ആയുധങ്ങൾ പണിയുന്നതിൽ ഭയങ്കര എക്സ്പേർട്ടായി മാറി, മെറ്റൽസ് കൊണ്ട്. അങ്ങനെയാണ് നമ്മുടെ മുമ്പുള്ള ജനറേഷനൊക്കെ വന്നപ്പോൾ ഓരോ കാറ്റഗറിയിലും ഓരോ ഗ്രൂപ്പ് ആൾക്കാരായിട്ട് ഡിവൈഡ് ചെയ്തു. ആ രീതിയിൽ അവരെ കാറ്റഗറൈസ് ചെയ്യാൻ തുടങ്ങി. ഈ മെറ്റൽ അങ്ങനെയുള്ള പണികൾ നടത്തുന്ന കുറെ പേര്, ഫുഡ് അങ്ങനെ ഫാർമേഴ്സ് അങ്ങനെ കുറെ ഗ്രൂപ്പുകാര്, പിന്നെ ഫിഷർമാൻ, അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് ആളുകൾ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അവിടെ ഒരു പർട്ടിക്കുലർ കാൽക്കുലേഷൻ വന്നു, വർക്ക് റിലേറ്റഡ് ഒരു കൾച്ചർ വന്നു. അങ്ങനെ എല്ലാ രീതിയിലും മാറിക്കൊണ്ടിരുന്നു. പിന്നെ നല്ല കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്താ പറയാ, ഈ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ പെർഫെക്ഷനിലേക്ക് അവർ നീങ്ങാൻ തുടങ്ങി. കോൺസെൻട്രേഷൻ എല്ലാം നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. ഇത് സർവൈവൽ. അന്നത്തെ മനുഷ്യർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഇതേ കാര്യങ്ങൾ ചെയ്യണം. അവർക്ക് വർക്ക് വേണം, അതായത് ഫുഡിന് വേണ്ടുന്ന കാര്യങ്ങൾ വേണം, ഷെൽട്ടറിന് വേണ്ടുന്ന കാര്യങ്ങൾ വേണം. ചില ആളുകൾ തുണി നെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ ഫുഡിന്റെ മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ അവര് പകരം തുണി കൊടുക്കും. അങ്ങനെ ഒരു സർവൈവലിന്, അതായത് വീണ്ടും വീണ്ടും അതേ സിസ്റ്റം അവര് റിപ്പീറ്റ് ചെയ്യും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ, ആ ഒരു ചന്ത പോലെ അവർക്കൊരു അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് അത് ശരിക്കും ഒരു സർവൈവലിന് ഇമ്പോർട്ടൻസ് ആയിരുന്നു. പിന്നെ കണ്ടിന്യൂറ്റി, അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. അതാണ് അവിടെ ഒരു കൾച്ചർ ഫോം ചെയ്യാൻ തുടങ്ങി. കുഞ്ഞുങ്ങളിലും ഇത് തന്നെ. അവര് കളിക്കുമ്പോ ചിലപ്പോ തന്റെ കയ്യിലുള്ള ഒരു ടോയ് വേറൊരു കൊച്ചിന് കൊടുത്തിട്ട് അതിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ കുട്ടികള്. അല്ലെങ്കിൽ ഇപ്പൊ ടോഫി എന്തെങ്കിലും, മിഠായി എന്തെങ്കിലും കൊടുത്തിട്ട് പകരം എന്തെങ്കിലും വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സ്കൂളിൽ കുട്ടികളും ഷെയറിങ്, ആ ഒരു ഷെയറിങ് ടെൻഡൻസി അവരിൽ വരും. അപ്പൊ അതൊരു നല്ലൊരു കൾച്ചറൽ അഡാപ്റ്റേഷനിലേക്ക് മാറുകയും ചെയ്യും. അത് നല്ല രീതിയിൽ നടക്കുവാണെങ്കിൽ കൊച്ചു കുട്ടികളിൽ വരുന്ന സ്റ്റീലിംഗ് ടെൻഡൻസി ഉണ്ടല്ലോ, അവര് സാധനങ്ങൾ കാണാതെ എടുക്കുക, അതൊക്കെ അവരിൽ നിന്ന് മാറും ഈ ഒരു കൾച്ചറൽ അഡാപ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ. അത് കുഞ്ഞുങ്ങളിൽ വരും. കാരണം ആ ഒരു ചിന്ത അവരിൽ വരണം, ഞാൻ ഇത് കൊടുത്താൽ അതെനിക്ക് അവൻ തരും, അല്ലാതെ ഞാൻ അത് എടുക്കരുത്. ആ ഒരു രീതിയിലുള്ള തോട്ട് പ്രോസസ് അവരിൽ വരണം. അതൊരു നല്ലൊരു കൾച്ചറൽ അഡാപ്റ്റേഷൻ ആയിട്ട് മാറും. നെക്സ്റ്റ് പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇതെല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ്, പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, ഇതാരാ വായിക്കുക? പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. Perfection and creativity. In cultural change, we act upon human tendency to perfection, and each society naturally extends its efforts beyond the level required for survival and continuity. We not only aim to modify the environment without understanding it, but we also aim to perfect the form of those modifications. In other words, we follow perception or beauty in the visual form, sounds, and movements of our technology. These natural concepts of beauty are then connected in a unique way with the ideal forms inherent in each culture's abstract understanding of the world. So each culture ends up with its own special technological style, as in architecture or clothing. To help develop this style and give it facility, we use our natural tendency towards creativity and ability to conceive a world which does not exist. The aspect of culture which arises from our tendency to perfection and creativity is art. പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ പെർഫെക്ഷൻ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതായത് റിപ്പീറ്റ് ചെയ്യുന്നു പല വർക്കും, അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നു, സെൽഫ് കൺട്രോൾ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആവുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തു, ഫസ്റ്റ് ടൈം ചെയ്തു, സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അത് ഭംഗിയാക്കാനായിട്ട് നോക്കും. അവിടെ കണ്ടിന്യൂറ്റി,
റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പെർഫെക്ഷൻ. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അത് ക്രിയേറ്റീവ് ആയിട്ട് അത് ചെയ്യാനായിട്ട് നോക്കും അല്ലെ. കുറച്ചുകൂടെ അതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരുത്തിയിട്ട്. ഇപ്പൊ ചില ആളുകൾ പാട്ട് പാടുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, സാധാരണ ട്രാക്ക് യേശുദാസ് പാടിയൊരു പാട്ടായിരിക്കും, വേറൊരാൾ ആ പാട്ട് പാടും, പക്ഷെ ചില ലൈൻസ് അവർ ഇംപ്രൊവൈസ് ചെയ്യും. ചിലപ്പോൾ നല്ല ഭംഗിയായിരിക്കും, അത് കേൾക്കും നല്ല രസമായിരിക്കും ആ ഇംപ്രൊവൈസ് ചെയ്യുമ്പോൾ. നമ്മള് മ്യൂസിക് ഷോയിലും അതിന്റെ കോമ്പറ്റീഷനിലൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഈവൻ ജഡ്ജസ് വരെ പറയാറുണ്ട് അവിടെ ആ ഇംപ്രൊവൈസേഷൻ വന്നപ്പോൾ വളരെ നന്നായി, തന്റേതായ ഒരു കയ്യൊപ്പ് അവിടെ ചെയ്യുവാണ്, അതിൽ കുറച്ച് വ്യത്യാസം വരുത്തും. അപ്പൊ വലിയ ഷെഫൊക്കെ ചെയ്യുന്ന ഒരു റെസിപ്പി ആണെങ്കിൽ കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടേതായ ഒരു ടച്ച് അതിന് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് ഒരു സാരി വാങ്ങി, സാരിക്ക് വിത്ത് ബ്ലൗസ് ഉണ്ട്, പക്ഷെ നമുക്ക് അത് പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക ബ്ലൗസ്, പക്ഷെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് അതിൽ ചെയ്യാനായിട്ട് തോന്നും. ഇങ്ങനെയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ ബ്ലൗസ് നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും നമ്മൾ ഗ്ലാസ് വെക്കുകയോ അല്ലെങ്കിൽ എംബ്രോയിഡറി ചെയ്യുമോ, അല്ലെങ്കിൽ നമുക്ക് ഫാബ്രിക് പെയിന്റിങ് അറിയാമെങ്കിൽ നമ്മളത് ഫാബ്രിക് പെയിന്റിങ് ചെയ്ത് നമ്മളത് കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് ഒരു ഡിസൈനർ ബ്ലൗസ് ആക്കിയിട്ട് ഇടാനായിരിക്കും ഒരു റിച്ച് ലുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ ആ ഡ്രസ്സ് മാറ്റും. അതിപ്പോ സൽവാർ ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഒരു ടച്ച് അതിനകത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ക്രിയേറ്റിവിറ്റി, ഒരു ആർട്ട് ഫോം ആണ്. ഓക്കെ, ചിലര് സാലഡ്സ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സാലഡ് കഴിക്കാം. അപ്പൊ സവാള, തക്കാളി, കുക്കുംബർ ചേർത്ത് നമ്മൾ സാലഡ് കഴിക്കുകയാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്കറിയാം. പക്ഷെ അതൊരു കാണാനൊരു ഭംഗിയുള്ള രീതിയിലൊക്കെ അങ്ങനെ ഒരു വെജിറ്റബിൾ കാർവിങ് അറിയാവുന്നവർ ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് കട്ട് ചെയ്ത് സാലഡ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗി തോന്നും അല്ലെ. നമുക്കത് എങ്ങനെ വേണമെങ്കിലും മുറിച്ചിട്ടിട്ട് കഴിക്കാം. പക്ഷെ അതിലൊരു ക്രിയേറ്റിവിറ്റി അത് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കയ്യൊപ്പം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയി? പെർഫെക്ഷന്റെ ഒപ്പം തന്നെ ക്രിയേറ്റിവിറ്റി. ഓക്കെ, ചിലർക്ക് പക്ഷെ അന്ന് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേപടി തന്നെ നമ്മൾ ഇത് മതി, ഇത്രയും മതി, ഇനഫ്. പക്ഷെ ചിലര് കുറച്ചുകൂടെ അത് പെർഫെക്റ്റ് ആക്കാൻ, ക്രിയേറ്റിവിറ്റി ആക്കാൻ. ഇപ്പൊ നിങ്ങളുടെ റെക്കോർഡ് എഴുതിയത് പലരും പല രീതിയിലായിരിക്കും എഴുതുന്നത്, പക്ഷെ അവനവന്റേതായിട്ടൊരു യുണീക്ക് വേ അതിനകത്ത് ചിലപ്പോൾ കാണിക്കും. പിക്ചേഴ്സ് ഒട്ടിക്കുന്നതിലോ ഹെഡിങ് കൊടുക്കുന്നതിലോ ഹെഡിങ്ങിനെ അണ്ടർലൈൻ ചെയ്യുന്നതിലോ ഒക്കെ നമ്മളുടേതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ട് എന്തെങ്കിലും കാണിക്കും, ഒരു ക്രിയേറ്റിവിറ്റി അതെ കാണിക്കും. നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ്. ആരാ വായിക്കാന്ന് വെച്ചാൽ വായിച്ചു കൂട്ടോ. ഇനി ഞാൻ വായിക്കാം. ഞാൻ വായിക്കാം. രണ്ടുപേര് വന്നു. രാഖിയുമുണ്ട്, അമൃതയാണോ പറഞ്ഞേ? നിങ്ങൾ തീരുമാനിച്ചോ ആര് വായിക്കുന്നു? രാഖി വായിച്ചോട്ടെ. ഓക്കെ, അമൃത അപ്പൊ ടേബിള് വരുമ്പോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, Independency towards independence suitably stands alone as the endpoint in the process of cultural adaptation. As cultural evolution is progressive in its striving towards individual perfection and systemic harmony, we have natural desires to trace the progress of culture over time. Every culture has an account of its own history, often mixed up with myths and legends. In our environment modifications and ever increasing cooperation and organizing among our fellow citizens in some and ever more successful adaptation to the environment. So, history is the facet of culture which satisfies our tendency to realize an ever greater degree of adaptive success, that is, mastery over density, or in a word, independence. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ ഗ്രൂപ്പായി ചെയ്യാനേ ഇഷ്ടപ്പെടും അല്ലെ. അതൊരു ഡിപ്പെൻഡൻസി അല്ല, നമുക്ക് താല്പര്യമായിരിക്കും അത് ഗ്രൂപ്പായിട്ട് ചെയ്യാൻ. പക്ഷെ ചിലത് ചെയ്യുമ്പോൾ നമുക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം. ഇപ്പൊ റെക്കോർഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടാവും. മേ ബി കുട്ടികളുടെ സപ്പോർട്ട് മറ്റേ പിക്ചേഴ്സ് ഒട്ടിക്കാനോ പിക്ചേഴ്സ് കളക്ട് ചെയ്യാനോ വാങ്ങിച്ചിട്ട്. പക്ഷെ ചിലത് ചെയ്യുമ്പോൾ അത് എനിക്ക് തന്നെ ചെയ്യണം, അങ്ങനെ ഒരു ഫീല് നമുക്ക് വരാറില്ല. നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നന്നായി ചെയ്യുന്ന ഒരു ഡിഷ് അത് നമ്മള് ഗസ്റ്റ് വരുമ്പോ അത് നമ്മൾ തന്നെ ചെയ്യണം, വേറെ ആരും അസിസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇഷ്ടമുണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഇൻഡിപെൻഡൻസ് അത് ഒരു ഇതാണ്. ഈ നമ്മള് വീട്ടിലിപ്പോ എല്ലാരും
ചേച്ചി, അമ്മ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ചായ ഉണ്ടാക്കാന്നുള്ള ജോലി എനിക്കാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാല് എനിക്ക് പാലൊഴിച്ച ചായ വേറെ എവിടെയും പോയി കുടിക്കണത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്നെ ഭയങ്കര നല്ല ചായ ഒന്നും ആണെന്നല്ല ഞാൻ പറയണേ, പക്ഷെ വേറെ എവിടെന്നെങ്കിലും ചായ ഞാൻ പ്രിഫർ ചെയ്യില്ല മിക്കവാറും. ഒന്നില്ലെങ്കിൽ അത് ബ്ലാക്ക് ടീ ആയിരിക്കും, അല്ലെങ്കിൽ കോഫി. ചായ എനിക്ക് വേറെ എവിടെന്നെങ്കിലും കഴിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നും. ഈ ചായ ഉണ്ടാക്കുന്ന ഡ്യൂട്ടി എപ്പോഴും എനിക്കായിരിക്കും. കാരണം അത് എന്റെ രീതിയിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് അവർ രണ്ടുപേരും ഒന്ന് സമ്മതിക്കും. അപ്പൊ അവിടെ ഒരു ഇൻഡിപെൻഡൻസ് ആണ്. എനിക്കത് വേറൊരാളുടെ ചായ വെച്ച് തരുമ്പോൾ എനിക്കത് കുടിക്കാൻ തോന്നില്ല. എനിക്ക് പാലിന്റെ ടേസ്റ്റ് വരുന്നു എന്നൊരു ഫീല് അതൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ ഞാൻ അത് ഭയങ്കര കോൺഷ്യസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ടെൻഡൻസി അതാണ്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് ചെയ്യാനായിട്ട് തോന്നും. ഓക്കെ, അത് എന്നാലാണ് അത് ശരിയാകുള്ളൂ എന്നൊരു തോട്ട് നമുക്ക് വരുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ കാര്യം ചെയ്യാനായിട്ട്. കുട്ടികൾ അതുപോലെ തന്നെ അവർ കളർ ചെയ്യുമ്പോൾ അവരൊട്ടും ഇഷ്ടപ്പെടില്ല നമ്മൾ കൈ പിടിച്ച് കളർ ചെയ്യിക്കാനായിട്ട്. അവർ തന്നെ ചിലപ്പോൾ അവർ കളർ ചെയ്യുമ്പോൾ ബൗണ്ടറി എന്നൊക്കെ പുറത്തേക്ക് പോകുമായിരിക്കും, പക്ഷെ അവർക്ക് അതാണ് ഇഷ്ടം. അവർ തന്നെ അത് ചെയ്യാനായിട്ട് നോക്കും. അതുപോലെ നിങ്ങളിലും ഉണ്ടാവും പലതും അല്ലെ? എന്തെങ്കിലും തന്നെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ആരെങ്കിലും? അതോ എല്ലാം കൂട്ടായിട്ട് ചെയ്യാനാണോ ഇഷ്ടം? നല്ല തനിയെ ചെയ്യുന്ന ഇഷ്ടം. നമ്മൾ ഈ പ്രോൺസ് ഈ അതുപോലത്തെ ഫിഷ് ഡിഷ് ഇല്ലേ, അത് എനിക്ക് തനിയെ ചെയ്യുന്ന ഇഷ്ടം. മറ്റുള്ളവരുണ്ടാക്കി തരുമ്പോ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. ജ്യോതി ഉണ്ടോ പറയാൻ? അല്ല മാം, സെയിം. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ബിരിയാണി എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിൽ ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്നെ ചെയ്താലേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒരു സക്സസിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ്. വേറൊരാളുടെ കയ്യിൽ ഇതാവുമ്പോ ടു മെനി കുക്ക് സ്പോയിൽ ദ ഡിഷ് നമ്മൾ പറയും. ചിലത് നമ്മൾ തന്നെ ചെയ്യണമെന്ന് നമുക്കൊരു ഇതുണ്ടല്ലേ. ചില ആളുകൾ തന്നെ അവർ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് സാരി ഉടുക്കും. വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ വേറൊരാൾ ചെയ്തു തരാം, ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നില്ല ഇതെന്തോ ശരിയായിട്ടില്ല, എവിടെയോ എന്തോ കുഴപ്പമുണ്ട് എന്ന് നമുക്ക് തോന്നും. നമ്മളത് രണ്ടാമത് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ ചെയ്യും. അപ്പൊ അതാണ് ഇൻഡിപെൻഡൻസ് ഇവിടെ വരുന്നത്. ഒരു ടെൻഡൻസിയാണ്. കുട്ടികളിലും അതുണ്ട്. ചില കുട്ടികളെ അവര് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വായിൽ വെച്ച് തരാന്ന് പറയുമ്പോൾ അവർ ആ താല്പര്യപ്പെടില്ല, അവർ തന്നെ കഴിക്കും. കുറെയൊക്കെ താഴെ പോവുമായിരിക്കും, പക്ഷെ ലീവ് ഇറ്റ്, നമ്മളത് അവർക്കങ്ങ് വിടാറുണ്ട്, നമ്മളത് മനസ്സിലാക്കിയിട്ട്. നെക്സ്റ്റ് അമൃത, നമുക്ക് ടേബിൾ ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒരു ടേബിൾ ആക്കിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. അതൊന്നല്ല, നമുക്ക് എല്ലാവർക്കും അത് നോക്കാം. മിനിറ്റ്, പകുതി താഴേക്ക് പോയിട്ടുണ്ട്, അത് കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്കിട്ടൊരു ടേബിൾ 1 കൊടുത്തിട്ടുണ്ട്, phase 1 phase 2 കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ ചിന്തിക്കുമ്പോ തന്നെ നമ്മൾ ഒന്നും ആലോചിച്ചു കാണാനല്ലേ. കുട്ടികളെ ചിന്തിക്കുമ്പോ തന്നെ നമ്മൾ ആദിമ മനുഷ്യന്റെ കാര്യം പറഞ്ഞു. അവരെന്താ ചെയ്തത്? അവരൊരു പർട്ടിക്കുലർ സ്പേസിന് മാത്രം ഒതുങ്ങിക്കൂടിയില്ല. അവര് കൂടുതൽ ഭാഗങ്ങളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങി. ഇന്ന് അവര് നോർത്ത് സൈഡിലേക്ക് ഹണ്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നാളെ അവർ വിചാരിക്കും അവിടെ പോയിട്ട് ഇത്രേ കിട്ടിയുള്ളൂ, അപ്പം അടുത്തത് സൗത്ത് സൈഡിലേക്ക് പോവാന്നോ വെസ്റ്റോ ഈസ്റ്റോ, അങ്ങനെ അവർ കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഭാഗങ്ങളിലായിരിക്കാം അവർക്ക് കൂടുതൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മത്സ്യം, മൃഗങ്ങളുടെ മീറ്റ് അങ്ങനെയൊക്കെ അവർ കഴിച്ചിട്ടുള്ള സമയമാണ്. അപ്പൊ അങ്ങനെ എവിടെയാണ് കൂടുതൽ അവൈലബിൾ, അവർ ശബ്ദം മനസ്സിലാക്കി ഏത് ഭാഗത്താണ് കൂടുതൽ അനിമൽസ്, അല്ലെങ്കിൽ സ്മെല്ലിലൂടെ ഫ്രൂട്ട്സിന്റെയോ അങ്ങനെ എന്തെങ്കിലും സ്മെല്ലിലൂടെ ഒക്കെ മനസ്സിലാക്കി അങ്ങനെ അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങും എൻവയോൺമെന്റ്. അതാണ് പറഞ്ഞു വരുന്നത്. ടേബിൾ കണ്ട് കൺഫ്യൂഷൻ വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്നൊരു ക്ലൂ തന്നേ ഉള്ളൂ എന്താണ് അവിടെ ഉള്ളത് എന്നുള്ള രീതിയിൽ. ഓക്കെ, റൈറ്റ്. ഫസ്റ്റ് ടേബിളില് സ്റ്റെപ്പ് 2 കൾച്ചറൽ അഡാപ്റ്റേഷൻ, ടെൻഡൻസീസ് ഓഫ് മാൻ, റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് കൾച്ചർ, അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഒരു കൾച്ചറൽ അഡാപ്റ്റേഷൻ ആണ് വരുന്നത്. നമ്മൾ പറയില്ലേ ഓരോ സ്ഥലങ്ങളിലെയും ആളുകളുടെ കൾച്ചർ, ഈവൻ സംസാരിക്കുന്ന രീതിയിൽ തന്നെ കൾച്ചർ ഡിഫറൻസ് വരാറുണ്ട്. അവർ ഫോളോ ചെയ്യുന്ന ട്രഡീഷനിൽ തന്നെ കൾച്ചർ ഡിഫറൻസ് വരാറുണ്ട്. ഫുഡ് ഹാബിറ്റ്സ്, അവിടെയും കൾച്ചർ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ ഹൈ റേഞ്ച് ഏരിയ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് രാവിലെയൊക്കെ കൃഷിക്ക് ഇറങ്ങുന്ന ആൾക്കാര് അവര് മോർണിംഗ് ചിലപ്പോൾ കപ്പയൊക്കെ കഴിക്കുമായിരിക്കും, കപ്പയും മീനും അല്ലെങ്കിൽ കപ്പയും ചമ്മന്തിയും പിന്നെ കഞ്ഞിയും കപ്പയും. അപ്പൊ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് അങ്ങനെയായിരിക്കും. പക്ഷെ വേറൊരു ഏരിയയിലേക്ക് വരുമ്പോഴേക്കും അവിടുത്തെ ഫുഡ് ഹാബിറ്റ്സ് മാറും. അപ്പൊ അവിടെ ഒരു കൾച്ചറൽ അഡാപ്റ്റേഷൻ, അവരുടെ എൻവയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ കൾച്ചർ ഡിഫറൻസ് മാറുവാണ്. അതാണ് പറയുന്നത്
റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് കൾച്ചർ, ആളുകളിൽ വരുന്ന ടെൻഡൻസീസ്. ഓക്കെ, ഇനി പറഞ്ഞു ഫേസ് 1 നമുക്ക് എന്താ നോക്കാം. Phase Phase 1 1. Exploring and classifying the environment. Exploration order. Natural history. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ആദിമ മനുഷ്യന്റെ കാര്യം. അവര് എക്സ്പ്ലോർ ചെയ്യുക എൻവയോൺമെന്റ്, അതിനെ പല രീതിയിൽ അവർ കാറ്റഗറൈസ് ചെയ്യും. വെള്ളം കിട്ടുന്ന ഏരിയ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കിട്ടുന്ന ഏരിയ, അല്ലെങ്കിൽ ഫിഷ് കിട്ടുന്ന ഏരിയ, അല്ലെങ്കിൽ മീറ്റ് കിട്ടുന്ന ഏരിയ, അങ്ങനെ ആ രീതി. അല്ലെങ്കിൽ അപകടമുള്ള ഏരിയ, അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. ഇപ്പൊ കുട്ടികൾക്ക് കുറച്ചൊന്നൊരു സെൻസ് ആയി വരുമ്പോഴേക്കും അവിടെ കിണറുണ്ട്, ആ ഭാഗത്തേക്ക് പോകരുത്, അങ്ങനെയൊക്കെ പറയില്ല. അല്ലെങ്കിൽ ചെടിയിൽ മുള്ളുണ്ട്, ചെടിയുടെ ഇടയിലേക്ക് പോകരുത് എന്നൊക്കെ പറയുമ്പോൾ അവരവിടെ ക്ലാസിഫൈ ചെയ്യുക. ഞാൻ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അപകടം സംഭവിക്കും, അവിടെ ശരിയാവില്ല, അപ്പൊ എനിക്ക് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏരിയ. അങ്ങനെ അവർ എക്സ്പ്ലോർ ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു എൻവയോൺമെന്റിനെ. അതൊരു ഓർഡറിലാക്കുന്നു. ഇത് ഓൾറെഡി നമ്മളുടെ ത്രൂ ഔട്ട് ഫ്രം ദ ബിഗിനിങ് നാച്ചുറൽ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിയാലും പണ്ട് തുടങ്ങി സംഭവിക്കുന്ന കാര്യമാണ്. റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് കൾച്ചർ. ടെൻഡൻസി എന്താണ്? എക്സ്പ്ലോറേഷനും ഓർഡറുമാണ് അവിടെ. ഓക്കെ, അടുത്തത് ഫേസ് 1 നെക്സ്റ്റ് വൺ. Sharing experience of the environment. Gregariousness. Communication. Language. ലാംഗ്വേജ്. അപ്പൊ അവിടെ ഫേസ് 1 ഫസ്റ്റ് സ്റ്റെപ്പ് ടു കൾച്ചറൽ അഡാപ്റ്റേഷനില് അവർ ആ എൻവയോൺമെന്റിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്തല്ലോ ആദ്യം. അതിൽ നിന്ന് അവർക്ക് കിട്ടിയത്, എക്സ്പീരിയൻസ് ചെയ്തത് അവർ ഷെയർ ചെയ്യുവാണ്. അവർ എക്സ്പ്ലോർ ചെയ്തപ്പോൾ കിട്ടിയ അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്യുവാണ്. പിന്നെ ടെൻഡൻസി എന്താ? ഗ്രൂപ്പ് ആവാനുള്ള ഒരു ടെൻഡൻസി. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. അവർ കിട്ടിയ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നു. ത്രൂ ലാംഗ്വേജ്, ത്രൂ മെസ്സേജസ്, ത്രൂ ജെസ്റ്റേഴ്സ്, ത്രൂ ആക്ഷൻസ് എല്ലാം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അതാണ് ടെൻഡൻസി അവിടെ വരുന്നത്. അപ്പൊ അതിന്റെ ആ ടെൻഡൻസി, ആ വന്നതിന്റെ റിലേറ്റഡ് ആസ്പെക്ട്, ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ അവിടെ ലാംഗ്വേജ് ആണ് റിസൾട്ട് ആയി. ഓക്കെ, നെക്സ്റ്റ്. Understanding the environment. Abstractions. Pure science. അണ്ടർസ്റ്റാൻഡിങ് ദ എൻവയോൺമെന്റ്. അപ്പൊ അവർക്ക് എൻവയോൺമെന്റ് കൂടുതൽ മനസ്സിലാവുക. ഇന്ന് ചെയ്തു, ഇന്ന് മനസ്സിലാക്കിയ കാര്യം നാളെ ആകുമ്പോൾ അവർക്ക് അറിയാം ഇന്നിന്റെ കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അവര് അബ്സ്ട്രാക്ട് ചെയ്യാണ് കൂടുതൽ. ഒരു അബ്സോർബൻ മൈൻഡ് എന്ന് പറഞ്ഞല്ലോ കുട്ടികളിൽ, ഇനി വരുന്നുണ്ട് കേട്ടോ. സോറി, ടേമിൽ വരുന്ന കാര്യമാണ് ഈ അബ്സോർബൻ മൈൻഡും കാസാരെ ബാക്കിനിയും എല്ലാം അതിനകത്ത് വരുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അവരത് അബ്സ്ട്രാക്ട് ചെയ്തെടുക്കുക. നമ്മളും അതേലോ ചില സമയത്ത് ഒരാളൊരു കാര്യം നമ്മളോട് പറയുവാന്ന് വിചാരിച്ചു, അതിൽ കുറെ നല്ല കാര്യമുണ്ട്, കുറെ ആവശ്യമില്ലാത്തതുണ്ട് വിചാരിക്കുക. ആവശ്യമുള്ളതുകൊണ്ട് ആവശ്യമില്ലാത്തതുണ്ട്. നമ്മളെന്താ ചെയ്യുക? ആവശ്യമുള്ളത് മാത്രം അങ്ങ് കേൾക്കും. ഒരാളെ പറ്റി ചുമ്മാ പഴി പറഞ്ഞുകൊണ്ടിരിക്കുക, മോശമായിട്ട് പറയുകയാണ്. നമ്മള് ലിസണിങ്, ഹൃദയം കൊണ്ട് കേൾക്കുന്ന പരിപാടി നമ്മൾ ചെയ്യില്ല. നമുക്ക് താല്പര്യമില്ല അങ്ങനെ ഒരാളെ പറ്റി നെഗറ്റീവ് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മളെന്താ, ആവശ്യമുള്ളത് മാത്രം അബ്സ്ട്രാക്ട് ചെയ്യുന്നു. അവിടെ അബ്സ്ട്രാക്ഷൻ വരുവാണ്. എന്ത് വേണം, ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്ത് വേണം എന്നുള്ളത് അബ്സ്ട്രാക്ഷൻ വരുവാണ്. സോ അത് ആക്ച്വലി അത് പ്യുവർ സയൻസ് ആണ്. അബ്സ്ട്രാക്ഷൻ ഫിൽട്ടറിംഗ് ഇല്ലേ, നമ്മൾ അരിച്ച് എടുക്കില്ലേ, ആവശ്യമുള്ളത് അരിച്ച് എടുക്കുന്നു, ബാക്കി കളയും. ആ ഒരു ഇതാണ് അബ്സ്ട്രാക്ഷൻ. അത് പ്യുവർലി ഒരു സയൻസ് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ അതിന്റെ ടെൻഡൻസി ക്യൂരിയോസിറ്റിയും വരും. ക്യൂരിയോസിറ്റി ഓൾറെഡി എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു ടെൻഡൻസിയാണ് ക്യൂരിയോസിറ്റി. കൂടുതൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വേർതിരിച്ചെടുക്കുമ്പോൾ, അബ്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി. നെക്സ്റ്റ് ഫേസ് 2 ആണല്ലോ അല്ലെ. Modifying the environment in accordance with our understanding of it to ensure survival and continuity. Calculation, work, repetition, concentration, self-control, technology. അപ്പൊ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഫേസ് 2 വന്നത് നമ്മള് ഓൾറെഡി നമ്മൾ എക്സ്പ്ലോർ ചെയ്തു, ഷെയർ ചെയ്തു, അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തു എൻവയോൺമെന്റ്. അത് കഴിയുമ്പോൾ നമ്മളത് മോഡിഫൈ ചെയ്യുവാണ്. നമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യാം. ഒരു ഡിഷിന്റെ കാര്യം പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ അത് ഉണ്ടാക്കി, നമ്മൾ പിന്നെ അത് മോഡിഫൈ ചെയ്യുവാണ്. ഇത് ഒരു തരം മാനിപ്പുലേഷൻ പോലെ നമ്മൾ അതിനെ മാറ്റിയെടുക്കും, മോഡിഫൈ ചെയ്യുന്നു. നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് നമ്മൾ അതിനെ മോഡിഫൈ ചെയ്തെടുക്കുവാണ്. അത് നമ്മുടെ സർവൈവലിനും കണ്ടിന്യൂറ്റിക്കും ആവശ്യമുള്ളത് തന്നെയാണ്. ആദ്യമേ മെൻഷൻ ചെയ്തതും അത് തന്നെ. അവരുടെ സർവൈവലിനും കണ്ടിന്യൂറ്റിക്കും വേണ്ടിയിട്ട് അവർ മനസ്സിലാക്കിയ എൻവയോൺമെന്റിനെ അത് മാറ്റിയെടുക്കും. അവർക്കൊരു ഷെൽട്ടർ ഹോം വേണം. സോ അവർ അതിനനുസരിച്ച് കേവ്സിനേക്കാളും കുറച്ചുകൂടെ നല്ലത് പ്രൈവസി എന്നുള്ള കാര്യം വരുമ്പോഴേക്കും ക്ലോസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഷെൽട്ടർ വേണം എന്നുള്ളത് അവർ മനസ്സിലാക്കി. സോ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് അവർ മോഡിഫൈ ചെയ്തു.
ദാറ്റ് ഈസ് ഫോർ സർവൈവൽ ആൻഡ് കണ്ടിന്യൂറ്റി ത്രൂ പിന്നീടുള്ളവരുടെ തുടർ ജീവിതത്തിന് അത് ആവശ്യമാണെന്നുള്ള രീതിയിൽ അവരത് മോഡിഫൈ ചെയ്തെടുക്കുകയാണ്. ഇവിടെ വന്ന ടെൻഡൻസീസ് ആണ് കാൽക്കുലേഷൻ, വർക്ക്, റെപ്പിറ്റീഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ. ഇത് ടെക്നോളജി തന്നെയാണ്. അങ്ങനെയല്ലേ ഡെവലപ്മെന്റ്, ഓരോരോ ജനറേഷൻ കഴിയുന്തോറും ഡെവലപ്മെന്റ് കൂടി വരുന്നത് ടെക്നോളജി. Perfection in our environment, modifications. Perfection, creativity, art. അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് മോഡിഫൈ ചെയ്തു, ദെൻ അത് മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. അത് പെർഫെക്റ്റ് ആക്കി. അവിടെ ടെൻഡൻസി വന്നത് പെർഫെക്ഷൻ, ക്രിയേറ്റിവിറ്റി, നമ്മളുടേതായ ഒരു ടച്ച് അതിൽ കൊടുത്തു. സോ ഇറ്റ്സ് എൻ ആർട്ട്. പിന്നെ നെക്സ്റ്റ് വൺ, Assessing the progress of our adaptations, independent history. യെസ്, നമ്മൾ ഓരോന്നും അഡാപ്റ്റ് ചെയ്തപ്പോൾ, മോഡിഫൈ ചെയ്തപ്പോൾ അത് നമ്മൾ അസസ് ചെയ്യുക, ചെയ്തത് ശരിയാണോ, കറക്റ്റ് ആയോ, നന്നായോ. നമ്മള് ഡിസൈനർ ബ്ലൗസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ അത് ഇട്ട് നോക്കി, എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും ചേർക്കണം, അങ്ങനെ നമ്മൾ അതിനെ ഒരു കൂടുതൽ നന്നാക്കാനായിട്ട് നോക്കുക, അതിനെ ആക്സസ് ചെയ്യുക, അതിന്റെ ഭംഗി നമ്മൾ ഒന്നുകൂടെ ഒരു സെൽഫി എടുത്ത് നോക്കും, ഫോട്ടോയിൽ എങ്ങനെയുണ്ടെന്ന് നോക്കും, മിററിൽ എങ്ങനെയുണ്ടെന്ന് നോക്കും. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഡിഷ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കും. നമുക്ക് ഏറ്റവും നല്ലപോലെ ടേസ്റ്റ് ടെസ്റ്റർ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് വെച്ച് നോക്കും. അപ്പൊ അങ്ങനെ അതിന്റെ പ്രോഗ്രസ്സും എല്ലാം ആക്സസ് ചെയ്യുന്നു. നമ്മൾ അഡാപ്റ്റ് ചെയ്തെടുത്തത്, നമ്മൾ സ്വീകരിച്ചതിന്റെ ഇതെല്ലാം കൂടെ ആ പ്രോഗ്രസ് നമ്മൾ ആക്സസ് ചെയ്ത് നോക്കുന്നു. സോ അവിടെ നമ്മുടെ ഒരു ഇൻഡിപെൻഡൻസ് നമ്മൾ തന്നെ അത് ചെയ്യുന്ന രീതിയിൽ. സോ ദാറ്റ് ഇസ് അത് ത്രൂ ഔട്ട് ദ ഹിസ്റ്ററിയിൽ തന്നെ അത് വരുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഒരു ലീഡർ, ആ പഴയകാല ആളുകളിൽ നല്ല രീതിയിൽ ചെയ്യുന്ന ആള് അത് ലീഡ് ചെയ്തോട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ചിലരുടെ ആർട്ടിൽ ഭയങ്കര മിടുക്കരായിരിക്കും. അപ്പൊ നമുക്കൊരു ആർട്ടിന്റെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുവാണെങ്കിൽ നമ്മൾ അയാളെ അതിന്റെ ഒരു ഹെഡാക്കി വെക്കും. ഓക്കെ, ഈ പാട്ട് പാടുന്ന ഒരു ഗ്രൂപ്പ് സോങ് ചെയ്യണം. അപ്പൊ നല്ലപോലെ പാടുന്ന ഒരാളത് ലീഡ് ചെയ്യും. സോ ഇതെല്ലാം ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി, പഴയകാലം തുടങ്ങി ഉള്ളത് തന്നെയാണ് ഇതെല്ലാം. അതാണ് ടെൻഡൻസീസ് ഓഫ് മാൻ. അത് മനസ്സിലായില്ലേ? കുറച്ചധികം ദിവസം എടുത്ത് ക്ലാസ് എടുത്ത പോലെ തോന്നുന്നു. ടെൻഡൻസീസ് ഓഫ് മാൻ വളരെ സിമ്പിൾ കാര്യമായിരുന്നു. പക്ഷെ ഈ PDF മാത്രം പറഞ്ഞു പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇത് തന്നെ കുട്ടികളിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി നമ്മൾ അവരെ റെസ്ട്രിക്ട് ചെയ്യാതെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്. ഇതൊക്കെ നമ്മൾക്ക് മോണ്ടിസോറി ടേമിൽ നെക്സ്റ്റ് ചാപ്റ്ററിൽ വരും. ഇപ്പൊ Unit 10 നമുക്ക് മോണ്ടിസോറി ടേം ആണ്. മോണ്ടിസോറി ടേമിനകത്ത് അഡാപ്റ്റേഷൻ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒരു ഇൻട്രോ തരാം, കുറച്ച് സമയമുണ്ടല്ലോ. നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ഒരു സ്പോഞ്ച് പോലെയാ, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് മാക്സിമം അബ്സോർബ് ചെയ്യില്ലേ, ആ രീതിയിൽ ഒരു അബ്സോർബൻ മൈൻഡ് അവർക്കുണ്ട്. മോണ്ടിസോറി ടേമിൽ വരുന്നതാണ്. അതായത് മറിയ മോണ്ടിസോറി പല കാര്യങ്ങളും പറഞ്ഞപ്പോ കുട്ടികളിൽ വരുന്ന ഇതെല്ലാം അതൊരു ടേം ആക്കിയിട്ട് 22 or 60 കുറെ ടേംസ് ഉണ്ട് മോണ്ടിസോറി ടേമിൽ. അപ്പൊ അതിന് വന്നതാണ് അഡാപ്ഷൻ, പിന്നെ അബ്സോർബൻ മൈൻഡ്, ഡെവലപ്മെന്റ്. നമ്മൾ ഓൾറെഡി ഇവരുടെ പല രീതിയിലുള്ള ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചുപോയി. ഫിസിക്കൽ, പിന്നെ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, എമോഷണൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞുപോയി. അവിടെ വിഡോസ്കി അവരുടെ ഒക്കെ ഒബ്സർവേഷൻസും എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. റിക്സൺ, വിഡോസ്കി, അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ എല്ലാം അവരുടെ എല്ലാം ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞുപോയി. ഇതെല്ലാം ഞാൻ ആദ്യം തുടങ്ങി പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെല്ലാം കണക്റ്റഡ് ആണ്. നമ്മളൊരു ചെറിയൊരു ടേം പഠിക്കുമ്പോൾ തന്നെ അവരുടെ ഒബ്സർവേഷൻ ഒക്കെ ഇതിൽ വരും. പറയാം മോണ്ടിസോറിയുടെ മാത്രമല്ല, ഈ ചൈൽഡ് ഫിലോസഫി അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഒബ്സർവേഷൻ നടത്തിയ ഇവരുടെ എല്ലാം ഒബ്സർവേഷൻസ് കണക്റ്റഡ് ആണ്. ചിലപ്പോൾ ഇവർ തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടാകാം, ചിലപ്പോൾ ഇവർ ഒരേപോലെ പറയാം, ചില കാര്യങ്ങൾ അവരുടേതായ ഒരു കൺസെപ്റ്റിൽ അവർ പറഞ്ഞിട്ടുണ്ടാകും, ചിലത് അങ്ങനെ അങ്ങനെ ഓരോരോ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷെ നമുക്ക് കുട്ടികളെ മനസ്സിലാക്കാൻ ഇതെല്ലാം നമുക്ക് വേണം. അഡാപ്ഷൻ കഴിഞ്ഞ നമ്മുടെ തേർഡ് ബാച്ചില് മീൻസ് ഏപ്രിൽ ബാച്ചില് 2 ടീച്ചർമാരുണ്ട്. അവരൊരു പ്ലേ സ്കൂൾ നടത്തുക. അപ്പം ആ പ്ലേ സ്കൂളിൽ 32 കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ വന്നിട്ടില്ല. അതിൽ ആ ടീച്ചർ ഷെയർ ചെയ്തൊരു കാര്യമായിരുന്നു, ഒരു കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്, എവിടെ ഇരുത്തിയാലും ഇരിക്കില്ല, ടോയ് കയ്യിൽ കൊടുത്താലും അവൻ അത് ശ്രദ്ധയില്ല, കളിക്കണം എന്നൊന്നും ആഗ്രഹമൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു.
നമ്മൾ പറഞ്ഞല്ലോ നോർമലൈസേഷനും ഡീവിയേറ്റഡ് ആയവരെ നമ്മൾ നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടുന്ന ആക്ടിവിറ്റീസ് ചെയ്യണം. അങ്ങനെ ഗ്രൂപ്പിന്റെ കൂടെ ചേരുമ്പോഴേക്കും അവര് നോർമലൈസ്ഡ് എന്നുള്ള ഇതിലേക്ക് പോകും. ഇതുപോലെ തന്നെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലർ പെട്ടെന്നാകും, ചിലർക്ക് സമയമെടുക്കും നോർമലൈസേഷനിലേക്ക് പോകാൻ. ആ കുട്ടി ഷെയർ ചെയ്ത ടീച്ചർ ഷെയർ ചെയ്തത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരു തുടക്കത്തിൽ വന്നൊരു കുട്ടി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ നോർമലൈസ്ഡ് ആയിട്ട് സാധാരണ രീതിയിൽ കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുട്ടികളുടെ ഗ്രൂപ്പിന്റെ കൂടെ അവനങ്ങ് മിങ്കിളായി ഭയങ്കരമായിട്ട് മേർജായി എന്ന് പറഞ്ഞു. അതൊക്കെ ശരിക്കും നമ്മൾ അറിയാതെ തന്നെ എൻവയോൺമെന്റ് അതിന് പ്രിപ്പയർഡ് ആണ്. എൻവയോൺമെന്റിൽ ആ ചേഞ്ചസ് വരും. അതെങ്ങനെ ചെയ്യണം, ആ കുട്ടിയെ എന്ത് ചെയ്യണം എന്നൊക്കെ അന്ന് ടീച്ചർ ഇങ്ങനെ ചോദിക്കേണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു സെഷൻ വരുന്നുണ്ട്, നമുക്ക് അതിന് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചെല്ലുമ്പോഴും ഒരു ഗ്രൂപ്പ് 20 സ്റ്റുഡൻസ് ആണെങ്കിലും 30 ആണെങ്കിലും 10 ആണെങ്കിലും നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയതാണ്. യുണീക്ക് ആണ് ഓരോ കുട്ടികളും, ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾക്ക് വരും എങ്ങനെ ആ കുട്ടിയെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അതിന് നിങ്ങളിത് മുഴുവൻ മനസ്സിലാക്കണം. ഓക്കെ, ഡെവലപ്മെന്റ്, പിന്നെ എഡ്യൂക്കേഷൻ, പിന്നെ ഹോർമോൺ ചേഞ്ചസ് അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ മെമ്മറി മോണ്ടിസോറി ടൈമില് മെമ്മറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട്. കുട്ടികളില് ഓൾ ലിവിങ് ബീയിങ്സ് അവരുടെ എല്ലാവർക്കും, അത് പ്ലാന്റ്സ് ആണെങ്കിലും ശരി അനിമൽസ് ആണെങ്കിലും ലൈഫുള്ള എല്ലാത്തിനും മെമ്മറി എന്നുള്ളത് ഉണ്ട്. ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ അനിമൽ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആണ് ഫ്ലോറ ആൻഡ് ഫോണ. എല്ലാവർക്കും ഈ പറയുന്ന മെമ്മറി ഉണ്ട്. പിന്നെ കാസാഡെ ബാബിനി ഇതെല്ലാം നമ്മളുടെ ടേംസിൽ വരും. നിങ്ങളുടെ PDF-ലുള്ളതിനേക്കാളും കുറച്ചുകൂടി ടേംസ് നമുക്കുണ്ട്. നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞ മോട്ടോർ എബിലിറ്റി, കുട്ടികളുടെ മൂവ്മെന്റ്സ് പറഞ്ഞല്ലോ, ഫൈനും ഗ്രോസും അത് നമ്മൾ പറഞ്ഞു. ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസും നമ്മൾ പറഞ്ഞു. കുട്ടികൾക്ക് എന്തെങ്കിലും ഹോൾഡ് ചെയ്ത് കുറെ നേരം പിടിക്കാനുള്ള ഒരു കഴിവും എന്തെങ്കിലും പിക്ക് ചെയ്യാനുള്ള കഴിവ്, അങ്ങനെയെല്ലാം നമ്മൾ മോട്ടോർ സ്കിൽസിൽ പറഞ്ഞിരുന്നു. പിന്നെ ആറ്റിറ്റ്യൂഡ്സ്, സ്കിൽസിന്റെ ഒപ്പം തന്നെ ആറ്റിറ്റ്യൂഡ്സ്, അവരുടെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ ഒരു അഭിരുചി, അവരുടെ മനോഭാവം. ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, ആറ്റിറ്റ്യൂഡ്, മനോഭാവം, അല്ലെ? അങ്ങനെ പല കാര്യങ്ങളും നമ്മളുടെ മോണ്ടിസോറി ടേമിൽ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടാണ് മോണ്ടിസോറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ സ്കൂളിൽ ഡിസൈൻ ചെയ്തത്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് പോലെ തന്നെ ഇമോഷണൽ ഡിഫറൻസ് ഉണ്ട്. സംടൈംസ് ചില കുട്ടികൾക്ക് അഫെക്ഷൻ, അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും അഫെക്ഷൻ, പിന്നെ ലവ്, അതുപോലുള്ള പോസിറ്റീവ് ഇമോഷൻസ് അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അതുപോലെ നെഗറ്റീവ് ഇമോഷൻസും വരാം. ചില കുട്ടി ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും, ചില ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും. അത് കുട്ടികളിൽ മാത്രമല്ല വലിയ ആളുകളിലും ഇമോഷണലി അൺസ്റ്റേബിലിറ്റി അതുണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോ അങ്ങനെ ഇമോഷണലി അൺസ്റ്റേബിൾ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചൈൽഡിഷ് ആയിട്ടൊക്കെ പെരുമാറെന്ന് പറയാറില്ലേ. അപ്പൊ കുട്ടികളിലും ഇമോഷണൽ അൺസ്റ്റേബിലിറ്റി കാണാം. പിന്നെ ആറ്റിറ്റ്യൂഡ്സ്, ആപ്റ്റിറ്റ്യൂഡ് പറഞ്ഞു, ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ, ഇതെല്ലാം മോണ്ടിസോറി ടേമിൽ വരുന്നുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് മോണ്ടിസോറി പ്ലേ സ്കൂള് സ്റ്റാർട്ട് ചെയ്തെന്നാണ് പറയുന്നത്. ഈ എല്ലാം ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളില്ല, ടെൻഡൻസീസ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഡിഫൻസ് മെക്കാനിസംസ്, മോണ്ടിസോറി ടേംസ് പറഞ്ഞല്ലോ, അതെല്ലാം നോക്കി മനസ്സിലാക്കി അത്രയും സ്റ്റഡി ചെയ്ത് ഒബ്സർവ് ചെയ്തതിനു ശേഷമാണ് മറിയ മോണ്ടിസോറി പ്ലേ സ്കൂള് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഒരു പരീക്ഷണം പോലെ സ്പെഷ്യൽ കിഡ്സിൽ ചെയ്തു. ഭയങ്കരമായിട്ട് അത് വളരെ റിസൾട്ട് നൽകി. അവർക്ക് തോന്നി സ്പെഷ്യൽ കിഡ്സിൽ ഇത്രയും റിസൾട്ട് ഉണ്ടെങ്കിൽ നോർമൽ കിഡ്സിൽ എന്തായിരിക്കും റിസൾട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് സ്പെഷ്യൽ കിഡ്സിൽ നല്ലപോലെ എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ ഒരു ഇതിലുള്ള കിഡ്സിനും എഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ സ്പെഷ്യൽ കിഡ്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം അവരെ പെർസെൻറ്റേജ് അനുസരിച്ച് പല ഗ്രേഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള ഗ്രേഡിലുള്ളവർക്ക് നമുക്കത് അത്ര ഫുള്ളായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കാം. ഇത് വായിക്കുക. ഞാൻ സമയം പോലെ ഞാൻ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് തരാം കേട്ടോ. ഇതൊന്നും നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ അതൊന്നും തന്നിട്ടില്ല. അപ്പൊ അത് രണ്ടും കൂടെ ചേർത്ത് ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഇടും. കാരണം സൊസൈറ്റി ഓഫ് കൊഹീഷൻ ചെറിയൊരു ചാപ്റ്റർ അല്ലേ. പിന്നെ ടെൻഡൻസീസും ഇതെല്ലാം ചെയ്യാം. മോണ്ടിസോറി ടേംസ് ഞാൻ തന്നെ എടുക്കാം. ശരണ്യ മിസ്സിനോട് ഞാൻ പറഞ്ഞോളാം. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? സെക്കൻഡ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസും തരാം. എന്തെങ്കിലും സംശയം ഉണ്ടോ ടെൻഡൻസീസിൽ?
മാം ഈ ഇതിന് പറയാൻ പിന്നെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണോ? അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നിട്ടില്ലല്ലോ, ഞാൻ തരാം, ഈ ആഴ്ച തന്നെ തരാം. നസീം എന്താ പറഞ്ഞു? ഫസ്റ്റ് റെക്കോർഡ് നമുക്ക് സബ്മിഷന്റെ ഒരുമിച്ച് രീതി ഞാൻ റെക്കോർഡ് നിങ്ങളോടൊന്ന് പറയാം. റെക്കോർഡ് ഫുൾ ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യാനൊന്നും സബ്മിറ്റ് പറയില്ല, ചെയ്യേണ്ടത് കാരണം ഫുൾ ഇമേജ് എടുത്ത് അപ്ലോഡ് ചെയ്യാന്ന് നല്ല പണിയല്ലേ. അപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് റെക്കോർഡ് നിങ്ങൾ കഴിഞ്ഞല്ലോ, ഞാൻ നസീമിനോട് പറയും വെഹിക്കിൾസിനെ പറ്റി പിക്ചർ എടുത്ത് അത് മാത്രം സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ റാൻഡം ആയിട്ട് ഓരോന്നായിരിക്കും ഓരോരുത്തരോടും പറയുന്നത്. ക്ലിയർ ആയോ? പ്രോവേർബ്സ് മാത്രം ജ്യോതിയോട് ഞാൻ പറയാണ്, പ്രോവേർബ്സ് മാത്രം സബ്മിറ്റ് ചെയ്യാം. അപ്പൊ ജ്യോതി അത് മാത്രം സബ്മിറ്റ് ചെയ്യും. പക്ഷേ യു ഷുഡ് ബി ലോയൽ ടു യുവർ സെൽഫ്. ഫുൾ ചെയ്യണം കേട്ടോ. റെക്കോർഡ് കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് ഞാൻ ഈ സബ്മിഷന്റെ ഡീറ്റെയിൽസ് പറയുള്ളൂ. കാരണം ഇത് നമ്മളുടെ ഒരു അസറ്റ് ആണ് കേട്ടോ റെക്കോർഡ്. എന്റെ കയ്യിൽ അത് ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് പറ്റിയില്ല. എന്റെ കയ്യിൽ നിന്ന് പോയിരുന്നെങ്കിൽ എനിക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പം റെക്കോർഡ് ഒരു അസറ്റ് ആയിട്ട് തന്നെ വെക്കുക. നമുക്ക് നല്ലൊരു റെഫറൻസും കൂടി ആയിരിക്കും അത്. സബ്മിഷൻ ഈ രീതിയായിരിക്കും. ലാസ്റ്റ് വൈവേയില് റെക്കോർഡ് എല്ലാം അടുത്തുണ്ടായിരിക്കണം. ഓരോ കാര്യം പറയുമ്പോൾ അതിൽ നിന്ന് ഇപ്പൊ ഒരു പസിൽ പറയാൻ പറയുമ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വായിക്കാം. അങ്ങനെ വായിക്കുന്നതൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. ഒരു പ്രോവർബ് പറയാൻ പറയുമ്പോൾ എഴുതിയൊരു പ്രോവർബ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നോക്കി വായിക്കാം. അത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്കത് പറയാനായിട്ട് പറ്റും. ഈ റെക്കോർഡ് കഴിയുമ്പോൾ സബ്മിഷൻ ഈ രീതിയിലായിരിക്കും. ഓരോരുത്തരോടും റാൻഡം ആയിട്ട് ഇന്ന പേജ് അല്ലെങ്കിൽ ഇന്ന ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യുമ്പോൾ വെഹിക്കിൾസിനെ പറ്റിയുള്ള പിക്ചേഴ്സ് ഒട്ടിച്ചിരിക്കുന്നത് ഒരാളുടെ സോഫിയോട് പറയുക വെഹിക്കിൾസിനെ പറ്റിയുള്ളത് മാത്രം സബ്മിറ്റ് ചെയ്യുന്നത്, സോഫി ആ ഒരു ഭാഗം മാത്രം. ഏത് ഞാൻ പറയുന്നു എന്നുള്ളത് ആ സമയത്തേ ഉള്ളൂ കേട്ടോ പറയുന്നത്. ഞാനൊന്നും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ലിസ്റ്റ് ആദ്യം എനിക്ക് കിട്ടണം, പേരുകളുടെ ലിസ്റ്റ്. അപ്പൊ അതിന്റെ നേരെ ഞാൻ അയച്ചു കൊടുക്കും, ക്ലാസ് റൂമിൽ ഇടും. അപ്പൊ അത് നോക്കിയിട്ട് അതിന് ടൈം ഉണ്ടാവും, ആ ടൈമിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. മാം അത് റെക്കോർഡ് നിങ്ങൾ കഴിഞ്ഞോ? ഞാൻ ഒരു 1 വീക്കും കൂടെ സമയം തരട്ടെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ മാം, താങ്ക് മാം കുറച്ചൊരു സമയം വേണം മാം. ഒരു സമയമായി തുടങ്ങുന്നതുകൊണ്ടാണോ ഞാൻ ഇത്ര പറയണത് 1 വീക്കേ തരുള്ളൂ എന്ന് പറയണത്. കാരണം കൂടുതൽ വൈകിയാൽ നമുക്ക് അടുത്ത റെക്കോർഡ് അതിനനുസരിച്ച് വൈകിക്കൊണ്ടിരിക്കില്ലേ. നമുക്കൊരു ഏപ്രിൽ, നിങ്ങൾ ഫെബ്രുവരി ബാച്ച് അല്ലേ, ഒരു ഡിസംബറിന് മുമ്പ് എല്ലാ റെക്കോർഡും ഒന്ന് കഴിയുവാണെങ്കിൽ നല്ലായിരുന്നു. ജനുവരി ഫെബ്രുവരി നമുക്കൊന്ന് റിവൈസ് ചെയ്യാനും റിലാക്സ് ചെയ്യാനുള്ള ഒരു ടൈമായിട്ട് എടുക്കായിരുന്നു. ഡിസംബർ മാം ഒരു ടൈമിംഗ് പറഞ്ഞ എന്താ? ഇതാ കേട്ടില്ല നസീമ? അല്ല, ഒരു ടൈമിംഗ് പറയുകയാണെങ്കിൽ അതാ മറ്റു ബാച്ചുകാർ അതാ പറഞ്ഞ മാം ഒരു ടൈം പറയുവാണെങ്കിൽ കട്ട് ഓഫ് ഡേറ്റ് പറയുവാണെങ്കിൽ ഞങ്ങൾ ആ ടൈമിനുള്ളിൽ തീർക്കും. ഞാനൊരു ഡേറ്റ് പറഞ്ഞിട്ടില്ലല്ലോ. അതെ, പറയാത്തതുകൊണ്ട് അങ്ങനെ വൈകി പോയി. അതെ അതെ അതെ, ശരിയാ. ഒരു നല്ല സജഷൻ ആയിരുന്നു. ഞാൻ കൂടുതൽ പ്രഷറൈസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചങ്ങ് റിലാക്സ്ഡ് ആക്കി പറഞ്ഞതായിരുന്നു. വേഗം പറഞ്ഞിരുന്നെങ്കിൽ മാം കുട്ടികളുടെ ഓണം എക്സാം ഒക്കെ ആവുമ്പോഴേക്കും നമുക്കൊന്ന് ഫ്രീ ആവായിരുന്നു. കുട്ടികൾക്ക് എക്സാമോ നമുക്ക് പിന്നെ ഇതിനൊന്നും ഇരിക്കാൻ പറ്റില്ല. ഞാൻ നാളെ തന്നെ സെക്കൻഡ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ മാം. കാരണം ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങാത്തോണ്ടായിരുന്നു ശരിക്കും റെക്കോർഡ്. കാരണം ഈ ഫസ്റ്റ് റെക്കോർഡ് കുഴപ്പമില്ല, അടുത്ത റെക്കോർഡുകളൊക്കെ നമ്മുടേതായ ഒരു ക്രിയേറ്റിവിറ്റി വരണം. അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ്സും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചത് ലേറ്റ് ആയതുകൊണ്ടാണ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ലേറ്റ് ആയി പോയത്. കുഴപ്പമില്ല. ഇനി വെള്ളിയാഴ്ച ഇംഗ്ലീഷ് ക്ലാസ് ആയിരിക്കോ? അത് ഏത് ക്ലാസ് ആണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല ഫ്രൈഡേ. നാളെ ഇംഗ്ലീഷ് ക്ലാസ്. നാളെയാണോ? ശരി, ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നോക്കിയില്ല, അതുകൊണ്ടാ. നല്ല ക്ലാസ് ആണ് മാം ഇംഗ്ലീഷ് ക്ലാസ് ഇപ്പോഴത്തെ. നിർമ്മല മിസ് ആണ്. അതെ അതെ, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമില്ല. അത് ശരിക്കും സംസാരിക്കാനായിട്ട് നോക്കുക കേട്ടോ, ഇംഗ്ലീഷിൽ തന്നെ. ശരി, ഓക്കെ എന്നാ ബൈ. ഓക്കെ മാം, താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. Thank you, ma'am. Thank you, ma'am.